أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. صدق الله العلي العظيم. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പാപങ്ങളില്ലാത്ത പരിശുദ്ധമായ ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദന്മാർ, അവരുടെ എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർക്കുമാറാകട്ടെ. ഹജ്ജിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഹാജിമാര് മദീനയിലേക്ക് പ്രവഹിക്കുന്നതിനെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. മദീനയുമായിട്ടുള്ള ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ബന്ധം മദീനയിലെ എന്തുമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഭവനമായ കഅബയെ ലക്ഷ്യം വെച്ച് പോകുന്നവർ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത് മസ്ജിദുൻ നബവിയെ മാത്രം സന്ദർശിച്ച് തിരിച്ചു വരാനല്ല, ജന്നത്തുൽ ബഖീ അല്ല, ഉഹദ് മലയല്ല, ബദർ നടന്ന സ്ഥലങ്ങളല്ല, ഇതിനേക്കാളെല്ലാം അപ്പുറത്ത് മദീനയിലേക്ക് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയങ്ങളെ ആകർഷിക്കുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് ഉറങ്ങുന്നത് എന്നതാണ്. അതാണ് മദീനയുമായിട്ടുള്ള ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയംഗമായ ബന്ധം, വളരെ തീവ്രമായ ബന്ധം എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഒരു അല്പനേരം നിൽക്കാൻ, അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ, ജീവിത കാലഘട്ടത്തിൽ ഒരു സഹാബിയാകാൻ ഭാഗ്യം ലഭിക്കാത്ത ഞാനും നിങ്ങളും, പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാൻ, അനുഭവിക്കാൻ, ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നമ്മൾ ആ പ്രവാചകന്റെ ചാരത്ത് അല്പനേരമെങ്കിലും നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മദീനയെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് വിശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. ആ വിശ്രമസ്ഥാനം ഒരു കൊട്ടാരമല്ല, ലോകത്തെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സ്ഥാനമല്ല, പക്ഷെ വിശ്വാസികളുടെ ശ്രദ്ധയാകർഷിക്കുമ്പോ അതൊരു റൂമാണ്, ഒരു കുടിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഒത്ത് പ്രവാചകൻ ജീവിച്ച ഇടമാണ്. ഒരുപാട് കഥകളുള്ള സ്ഥലമാണ്, സംഭവബഹുലമായ സ്ഥലമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകനും തമ്മിലുള്ള പ്രണയസല്ലാപങ്ങൾക്കിടയിൽ എത്രയോ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട ഇടമാണ് ആ കുടിൽ. രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥനാ നിർഭരമായത് അവിടെ നിന്നുകൊണ്ടാണ്. ആയിഷയെ ചാരത്തുറക്കിയും ഉണർത്തിയും നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും പുണ്യ റസൂൽ കഴിഞ്ഞുകൂടിയ ഇടം അതാണ് ആ കുടിൽ. സങ്കടങ്ങൾ പലതും പറയാനുണ്ട് അവിടെ. മാസങ്ങളോളം തീ പുകയാതെ ഈത്തപ്പഴവും വെള്ളവും മാത്രം കഴിച്ചു കുടിച്ച് ജീവിച്ച പ്രവാചകന്റെ കഥനകഥകൾക്ക് സാക്ഷിയായ കുടിൽ, അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷ കാലഘട്ടത്തിലെ ജീവിതം
അതിന് തിരശ്ശീല കുറിക്കുമ്പോൾ അതിന് അള്ളാഹു കാരണമായി നൽകിയ പനി പ്രവാചകന്റെ ശരീരത്തെ വല്ലാതെ ക്ഷീണിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു പത്നിമാരോട് അനുമതി തേടുന്നു. എന്റെ രോഗത്തിന് ആശ്വാസം നൽകുന്നതിന്, എന്നെ ശുശ്രൂഷിക്കുന്നതിന്, എന്റെ ആയിഷയുടെ അടുത്തേക്ക് പോകാൻ, ഇനിയുള്ള ദിവസം ആയിഷയോടൊപ്പം കഴിഞ്ഞുകൂടാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ അനുവാദം കൊടുത്തതിനെ തുടർന്ന് പിന്നെയുള്ള ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അഭിമാനപൂർവ്വം സ്മരിക്കുന്നുണ്ട്. ഇന്ന മിൻ നിഅമില്ലാഹി തആല അലയ്യ, അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന നഹരി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഈ നെഞ്ചകത്ത് കിടന്നാണ് മരണപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു തആല പിന്നീട് അത് അഭിമാനപൂർവ്വം സ്മരിക്കുന്നു. എന്ന് മാത്രമല്ല അന്നല്ലാഹ ജമാ ബൈന റീഖി വരീഖി റസൂലില്ലാഹ്, എന്റെ ഉമനീരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീരും ഒത്തുചേർന്ന ഒരു അവസാനത്തെ മുഹൂർത്തമാണ് ആ സന്ദർഭം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലേക്ക് കയറി വരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കയ്യിൽ ഒരു അറാഖുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു അറാഖ് എടുക്കാനുള്ള ശക്തി പോലുമില്ല. അത്രമാത്രം പനി പ്രവാചകനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കരങ്ങളിലുള്ള അറാഖിലേക്ക് ഇമവെട്ടുന്നത് കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആവശ്യം മനസ്സിലായി. പ്രവാചകന്റെ മനസ്സ് വായിച്ചെടുത്തു. പ്രവാചകൻ ദന്തശുദ്ധീകരണത്തിന് ആഗ്രഹിക്കുന്നു. അറാഖ് വെച്ച് പല്ല് വൃത്തിയാക്കി കൊടുക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു അറാഖ് എടുത്തുകൊണ്ട് ചവച്ചരയ്ക്കുന്നു. കാരണം അറാഖ് വെച്ച് തേക്കാൻ കഴിയുകയില്ല. അത് ചവച്ച് അരച്ച് റസൂലുള്ളാഹി തങ്ങളുടെ പല്ലിലേക്ക് തേച്ചു കൊടുക്കുന്ന ആ മുഹൂർത്തത്തെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഓർത്തെടുത്തത്. വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖി റസൂലില്ലാഹ്, എന്റെ ഉമനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീരും തമ്മിൽ ചേർന്ന ആ മുഹൂർത്തം. അതാണ് ജീവിതം. അങ്ങനെ എന്തെല്ലാം കഥകൾ അവിടെ ഉറങ്ങുന്നുണ്ട്, എന്തെല്ലാം ചരിത്രങ്ങളുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ആ കുടിൽ എന്ന് പറയുന്നത്. അവിടെയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. വഫാത്തിന് ശേഷം സഹാബികളിൽ ചർച്ച നടന്നു, എവിടെയാണ് റസൂലിനെ മറമാടേണ്ടത് എന്ന്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞത്. അപൂർവമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. എണ്ണപ്പെട്ട ഹദീസുകളേ ഉള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത അത്ര ഹദീസുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടില്ല. അതിൽ അദ്ദേഹത്തിൻ്റെതായ ചില സൂക്ഷ്മതയും ചില കർക്കശമായ നിലപാടുകളുമുണ്ട്. പൊതുവെ നൈർമല്യമുള്ള ഒരു സ്വഭാവ പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം കർക്കശമായ സമീപനം സ്വീകരിക്കും. അങ്ങനെ ഹദീസ് ഉദ്ധരിക്കുന്നതിൽ കർക്കശമായ സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. അത് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളെ എവിടെ അടക്കം ചെയ്യണമെന്ന കാര്യത്തിൽ ഏതൊരു നബിയും എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ തന്നെ ആ നബിക്ക് ഖബർ ഒരുങ്ങണം എന്ന് പുണ്യ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചകത്ത് ആയിഷയുമൊത്ത് ശയ്യ പങ്കിട്ട കട്ടിലിൽ കിടന്നാണ് മരണപ്പെട്ടതെങ്കിൽ ആ കട്ടിലിന്റെ താഴെ പ്രവാചകനായ അന്ത്യവിശ്രമത്തിനുള്ള ഭവനം ഒരുങ്ങണമെന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്റെ വീട് തന്നെ ഖബറിടമായി മാറുന്ന ചരിത്രത്തിന് മദീന സാക്ഷിയാകുന്നത്. അങ്ങനെയാണ് അവിടെ ഖബർ കുഴിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ മറമാടപ്പെടുന്നത്. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ഥലം, ആ സ്ഥാനം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല, അതൊരു സ്വകാര്യ സ്ഥലമാണ്. ലോകത്തെ എല്ലാ രാജാക്കന്മാരുടെയും ചരിത്ര പുരുഷന്മാരുടെയും ആരുമായിക്കൊള്ളട്ടെ അവരുടെയൊക്കെ ഖബറിടങ്ങൾ എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിനു ചുറ്റും വലിയ വ്യവസായ ശൃംഖലകൾ രൂപപ്പെട്ട
വലിയ ബിസിനസ് നടക്കുന്ന, ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ആ രൂപത്തിലുള്ള ഖബറിടങ്ങളും ശ്മശാനങ്ങളും നാം വായിക്കുമ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം സ്വകാര്യമായിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ ഖബറിടം ആര് സന്ദർശിക്കണമെങ്കിലും ആയിഷ ബീവിയുടെ അനുമതി ഇല്ലാതെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റൂല. അതാര് കയറണമെങ്കിൽ ഖാസിം റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ അടുത്തേക്ക് വരുന്ന സംഭവം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, യാ ഉമ്മ അക്ഷിഫി ലി അൻ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബൈഹി റളിയല്ലാഹു അൻഹുമാ. ആയിഷ ബീവിയെ ഉമ്മ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അത്രയും അടുത്ത ബന്ധമുണ്ടെങ്കിലും അനുമതി ചോദിച്ചിട്ട് കയറാൻ പറ്റുമോ? ആ ഖബർ ഒന്ന് കാണിച്ചു തന്നാലും, ആ പ്രവാചകരോടൊപ്പം മറമാടപ്പെട്ടിരിക്കുന്ന അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവയുടെയും ഖബർ എനിക്കൊന്ന് കാണിച്ചു തന്നാലും, അങ്ങനെ എനിക്ക് ആ 3 ഖബറുകൾ കാണിച്ചു തന്നു. ലാ മുശ്രിഫത്തിൻ വലാ ലാത്തിഅ, അത് അങ്ങ് കെട്ടി ഉയർത്തിയ ഖബറിടമായിരുന്നില്ല എന്നോ, അതല്ലെങ്കിൽ വലാ ലാത്തിഅത്തിൻ, ഭൂമിയോട് ചേർന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധം പതിഞ്ഞതുമല്ല. മബ്തൂഹത്തിൻ ബിബത്ഹാ അൽ അഖീഖിൽ ഹംറാ, അഖീഖിന്റെ ചുവന്ന മലഞ്ചെരുവിലെ മണൽ കൊണ്ട് വിരിക്കപ്പെട്ടതായ ഒരിടം. അത്ര ലളിതമായ ഭാവം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. പുണ്യ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അലിയെ, ഒരു ഷാൻ മുകളിൽ പൊന്തി നിൽക്കുന്ന ഏത് ഖബറും തട്ടി തകർക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇടത്തിൽ നിന്ന് വന്ന സംസ്കാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടി ഉയർത്തപ്പെടാത്തത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാത്ര കഴിഞ്ഞു വന്നാൽ മസ്ജിദുൻ നബവിയിൽ കയറി നമസ്കാരം നിർവഹിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയും. അസ്സലാമു അലൈക യാ അബൂബക്കർ എന്ന് പറയും. അസ്സലാമു അലൈക യാ അബത്താഹ് എന്ന് പറയും. ഒന്ന് വാപ്പയാണല്ലോ എന്റെ ഉപ്പ. അതിൽ കവിഞ്ഞ് വേറൊന്നും ആ ഖബറിലില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത്യപൂർവമായി ചില വൈകാരികമായ സന്ദർഭങ്ങൾക്ക് ആ ഖബർ സാക്ഷിയായിട്ടുണ്ട്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല, മദീനയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലാണ് മുട്ടുകുത്തിയത് എന്നും, അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലാണ് ആദ്യം പ്രവാചകൻ താമസിച്ചതെന്നും. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മർവാൻ, അന്നത്തെ ഭരണാധികാരിയായിരുന്ന മർവാൻ വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഖബറിൽ തന്റെ മുഖം വെച്ചുകൊണ്ട് കിടക്കുന്നു. ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത് മർവാൻ? അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് മർവാൻ ചോദിച്ചു. അപ്പോൾ തല ഉയർത്തി നോക്കിയപ്പോൾ മർവാൻ കണ്ടത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെയാണ്. ജിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നതാണ്, ഈ കല്ലിന്റെ അടുത്തോ മണ്ണിന്റെ അടുത്തോ വന്നതല്ല. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തബ്കു അലദ്ദീനി ഇദാ വലിയഹു അഹ്ലുഹു, നിങ്ങൾ ഈ ദീനിനെ ഓർത്ത് പരിതപിക്കരുത്. ഈ മതപരമായ മേഖലകളിൽ ഔന്നിത്യ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് പരിതപിക്കരുത്. എന്നാൽ വലാകിൻ ഇബ്കു അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി അനർഹർ, ഈ മതപരമായ സ്ഥാനങ്ങളിലേക്ക് ഔന്നിത്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മർവാന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ചില രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പരിണിതഫലമായി അതിന്റെ ഏങ്ങൽ പുണ്യ റസൂലിന്റെ ചാരത്ത് നിന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഏങ്ങിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വൈകാരികമായ ആ ബന്ധമാണ്, ആ സ്നേഹമാണ്, ആ കരുതലാണ്. ആ ചാരത്ത് പോയി നിന്ന് കണ്ണുനീരൊഴുക്കി കഴിഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടുമെന്ന ഒരു ശാന്തിയുടെ തേട്ടമാണത്. അത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ കവിഞ്ഞ് നമ്മൾ ഇന്ന് ഖബറുകളിൽ കാണപ്പെടുന്ന ആഘോഷങ്ങൾ, ആരാധനാ സ്വഭാവത്തിലുള്ള കുഫ്രിന്റെ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ
അത് പുണ്യ റസൂലിന്റെ ഖബറിടത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അവിടെ മറമാടപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തിന് തൊട്ടു മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ ഇദാ മിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സുമ്മ ഇഅ്തിനി ഖബറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തിലേക്ക് എന്നെ നീ കൊണ്ടുപോകണം. ഫഖൂലി, എന്നിട്ട് ചോദിക്കണം, പറയണം, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനു അൻ യുദ്ഫന മഅക, ഇതാ അബൂബക്കറിന്റെ ജനാസയാണ്, താങ്കളോടൊപ്പം മറമാടപ്പെടണമെന്ന് അനുവാദം ചോദിക്കാൻ വേണ്ടി ഈ ജനാസയെ താങ്കളുടെ ഖബറിന്റെ അടുക്കൽ, താങ്കളുടെ ഖബറിന്റെ കവാടത്തിന് മുന്നിൽ നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് സഹാബികൾ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായ ഒരു ശബ്ദം കേൾക്കുന്നത് അങ്ങനെയാണ് എന്ന് ചരിത്ര കിതാബുകളിൽ കാണാം. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, സ്നേഹിതന്റെ അടുത്തേക്ക് ചേർത്തേക്കൂ എന്ന ഒരു ശബ്ദം മദീനയുടെ ആ റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥാനത്ത് നിന്ന് കേട്ടതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തുന്നു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത്, ആ തോളിനോട് ചേർന്ന്, റസൂലുള്ളാഹി തങ്ങളുടെ തോളിന്റെ അടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് വരും രൂപത്തിൽ. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമറിനെ പറഞ്ഞു വിടുന്നുണ്ട്, കുത്തേറ്റ് കിടക്ക സുബഹി നമസ്കാരത്തിൽ മജൂസിയായ പേർഷ്യക്കാരനായ അബൂലുലുഇന്റെ കടാരയ്ക്ക് കുത്തേറ്റ് സുബഹി നമസ്കാര സമയത്ത് രക്തസാക്ഷിയാക്കപ്പെട്ട വീണ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, ആയിഷയോട് ചെന്ന് ചോദിക്കണം, അമീറുൽ മുഅ്മിനീനിന്റെ ചോദ്യമല്ല, അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് വേണ്ട, ഉമർ ബിൻ ഖത്താബിന്റെ ചോദ്യമാണ്, ഉമർ ബിൻ ഖത്താബിന്റെ ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് എനിക്കായി ഒരിടം ഭൂമിയിലെ ജിബ്രീലും മീകായിലുമാണ് അബൂബക്കർ ഉമറും റളിയല്ലാഹു അൻഹു. വാനലോകത്ത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതും ഇടതും ജിബ്രീലും മീകായിലും ഉണ്ടെങ്കിൽ അലൈഹിമുസ്സലാം, ഭൂമി ലോകത്ത് പ്രവാചകന്റെ ജിബ്രീലും മീകായിലും അബൂബക്കറും ഉമറുമാണ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചിരുന്നു അവിടെ മറമാടപ്പെടണമെന്ന്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യത്തിന് മുമ്പിൽ ആയിഷ റളിയല്ലാഹു അൻഹ അനുമതി കൊടുത്തു. ചില ഹദീസിന്റെ ഉദ്ധരണി അനുസരിച്ച് നാലാമതൊരു ഖബറിനും കൂടെ സ്ഥലമുണ്ട് എന്നാണ്. അതിൽ ഈസാ നബി അലൈഹിസ്സലാമയെ അവസാന കാലഘട്ടത്തോടനുബന്ധമായി മറമാടപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ മഹാവ്യക്തിത്വത്തെ അടക്കം ചെയ്യപ്പെട്ട ആ ഖബറുകളോ എത്ര ലളിതമാണ്, എത്ര ലളിതമാണ് ഖബറുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി ഈദാ, എന്റെ ഖബറിൽ ആഘോഷങ്ങൾ നടക്കും വിധം. ഇന്ന് ഖബർ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിസരം മൊത്തവും അലീമസമാണ്, വലിയൊരു വ്യവസായവും ബിസിനസ്സുമാണ് ഖബർ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വർഷാവർഷം നടത്തുന്ന മഹാമഹങ്ങൾ എന്റെ ഖബറിൽ നീ കൊണ്ടുവരല്ലേ അല്ലാ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അല്ലാഹു എക്കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട് ആ ഖബറിനെ. ഹിജ്റ 88-ൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയുടെ പുനർനിർമ്മാണം ഉണ്ടാകുന്നു. ആ പുനർനിർമ്മാണ വേളയിൽ മസ്ജിദുൻ നബവി വിശാലമാക്കപ്പെടുന്ന സാഹചര്യം. ആ മസ്ജിദുൻ നബവി വിശാലമാക്കപ്പെടുമ്പോൾ അതിന്റെ മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവാചകൻ താമസിച്ചിരുന്ന വീടുകളെല്ലാം മസ്ജിദുൻ നബവിയിലേക്ക് ചേർക്കുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ താമസിച്ചിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ കുടിൽ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലായി പോകുന്നു. ഉള്ളിലായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഉള്ളിലായി കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കും. അതുകൊണ്ട് കഅബയുടെ ഷേപ്പ് പോലും കൊടുക്കാതെ, കഅബ ചതുരാകൃതിയിലുള്ളതാണ്,
ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഒരു മതിൽ നിർമ്മിക്കുന്നു. മതിൽ ആ മതിൽ പഞ്ചാകൃതിയിലുള്ള ഒരു ഭാഗം ത്രികോണമായി വന്നിട്ട് ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാകുന്ന പഞ്ചാകൃതിയിലുള്ള ഒരു മതിൽ നിർമ്മിക്കുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കാരണവശാലും ഖിബലയിലേക്ക് തിരിയുന്ന ഒരാൾ ആ ഖബറിലേക്ക് തിരിയാത്ത വിധം നിർമ്മാണം നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹു മുൻ വേദക്കാരെ ശപിച്ചത്, അവരോട് കോപിച്ചത്, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പ്രവാചകന്റെ ആഗ്രഹത്തിനും കൽപ്പനയ്ക്കും ശാസനകൾക്കും എതിരാണ്. അതൊരു അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന വേളയിൽ മതിലിന് വേണ്ടി സ്ഥലം കുഴിക്കുമ്പോ ഒരു കാൽപാദം കണ്ടു. എല്ലാവരും ഭയന്നു. ആ ഖബറിന്റെ സ്ഥാനമാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദമാണോ എങ്കിൽ എത്ര വലിയ അനാദരവാണത്. അത് ഡിക്ലെയർ ചെയ്യാൻ ഉർവ റളിയല്ലാഹു അൻഹു വരേണ്ടി വന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, മാഹിയ ഇല്ലാ ഖദമു ഉമർ. അത് റസൂലിന്റെ കാൽപാദമല്ല, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ് എന്ന്. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉദ്യമം നടക്കുന്നത് സുൽത്താൻ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലാണ്. കുരിശി യുദ്ധത്തിന്റെ കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹി രാത്രി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുൽത്താൻ നൂറുദ്ദീനോട് പറയുന്നു, അൻഖിദിനി മിൻ ഹാദൈനി റജുലൈനി അഷ്ഖറൈൻ. ഈ രണ്ട് നീലക്കണ്ണുള്ള മനുഷ്യരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമെന്ന്. ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 3 ദിവസം കണ്ടപ്പോഴാണ് റിയലൈസ് ചെയ്തത് അദ്ദേഹം, ഇത് ഈ സ്വപ്നത്തിന് എന്തോ ഒരു അർത്ഥമുണ്ടല്ലോ. സച്ചരിതരായ മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങളെ, നല്ല മനുഷ്യർ കാണുന്ന സ്വപ്നം. നീതിമാനായ ഭരണാധികാരിയായിരുന്നു നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹി. നല്ല മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങൾക്ക് പ്രവാചകത്വത്തിന്റെ അംശമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുൽത്താൻ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അൻഖിദിനി മിൻ ഹാദൈനി റജുലൈനി അഷ്ഖറൈൻ. ഈ നീലക്കണ്ണുള്ള 2 മനുഷ്യരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമെന്ന്. തന്റെ മന്ത്രിയെയും വിളിച്ചുകൊണ്ട് 20 ഹജീൻ എന്നാണ് ചരിത്രത്തിൽ കാണുക. ഹജീൻ എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടകപ്പുറത്ത് 15 ദിവസത്തിലധികം എടുക്കും ഷാമിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ. പക്ഷെ ചിലർ 5 ദിവസത്തിന് താഴെയുള്ള ദിവസങ്ങൾ കൊണ്ട് അവർ മദീനയിലേക്ക് എത്തി. അത്ര വേഗത്തിൽ ധാരാളം സമ്പത്തുകളുമായി ആ മദീനയിലേക്ക് എത്തിയ ശേഷം മദീനക്കാര് പറഞ്ഞു, സുൽത്താൻ എത്തിയിട്ടുണ്ട്, രാജാവ് വന്നിട്ടുണ്ട്, പുണ്യ നബിയുടെ സിയാറത്തിന് വേണ്ടി വന്നതാണ്. രാജാവ് കുറെ സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. സമ്മാനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന സമയത്ത് അവിടെ ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളെല്ലാം തടിച്ചുകൂടി. ഓരോ ആളുകൾക്കും നേരിട്ട് തന്നെ രാജാവ് സമ്മാനം കൈമാറുമ്പോൾ ഓരോ ആളുടെയും മുഖത്ത് നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി നോക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ച ആ 2 മനുഷ്യർ സമ്മാനം വാങ്ങുന്ന ക്യൂവിലില്ലായിരുന്നു. തീർന്നോ? നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞോ? എല്ലാവർക്കും സമ്മാനം കിട്ടിയോ? ഇനിയൊരു 2 ആളുകളുണ്ട്. അവരിവിടുത്തുകാരല്ല, പക്ഷെ നല്ല ആളുകളാണ്, നമസ്കരിക്കുന്ന ആളുകളാണ്, നിസ്കാരത്തിലൊക്കെ അതീവ ശ്രദ്ധയുള്ള ആളുകളാണ്, പകലൊക്കെ നോമ്പിലാണ്, ധാരാളം സമ്പത്ത് അവർക്കുണ്ട്. അവരിങ്ങനെ ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ആളുകളാണ്, നല്ല മനുഷ്യരാ. ഇങ്ങനെ പ്രശംസിക്കപ്പെടുന്ന വ്യക്തികൾ 2 പേരുണ്ട്. എങ്കിൽ അവരെ ഒന്ന് വിളിച്ചുകൊണ്ടുവരൂ, ഞാൻ കാണട്ടെ. അവരെ വിളിച്ചു കൊണ്ടുവന്ന പാടെ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി തിരിച്ചറിയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത 2 മനുഷ്യരെ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി കാണുകയാണ്. നിങ്ങൾ എവിടെ നിന്നാണ്?
ഞങ്ങൾ മൊറോക്കക്കാരാണ്, ഇവിടെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം മറ്റെന്തെങ്കിലും ഉണ്ടോ? ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ ഉറപ്പിച്ചുകൊണ്ടല്ല, റസൂലിനെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾ മദീനത്ത് വന്നവരാ എന്ന് ഉറപ്പിച്ചവർ പറഞ്ഞു. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? അടുത്ത് തന്നെ ഒരു വീടെടുത്ത് അവിടെ താമസിക്കുകയാണ്, മസ്ജിദുൻ നബവിയുടെ പുറത്ത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഏകദേശം അടുത്ത്, മസ്ജിദുൻ നബവിയുടെ പുറത്ത് ഖബറിന്റെ ഏകദേശം അടുത്ത് ഒരു വീടെടുത്ത് അവിടെ താമസിക്കുന്നു. നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി മന്ത്രിയും ഈ ആളുകളെയും പിടിച്ചുകൊണ്ട് അവിടെ പോകുമ്പോൾ അവിടെ കുറെ കിതാബുകളും ഖുർആനും ഒക്കെ കാണാൻ കഴിഞ്ഞോളൂ, വേറൊന്നും കണ്ടില്ല. കുറെ സമ്പത്തുകളുണ്ട്. ചുറ്റും കറങ്ങി നടന്ന് നോക്കിയപ്പോൾ ഒരു പായ വിരിച്ചിരിക്കുന്നു, ഒരു പായ. ആ പായയുടെ പായ തുറന്നു നോക്കുമ്പോൾ, പൊക്കി നോക്കുമ്പോൾ, ആ പായയുടെ അടിഭാഗത്ത് നോക്കുമ്പോൾ അവിടെ വലിയൊരു ഭൂഗർഭ അറ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്ക്? പുണ്യ റസൂലിന്റെ ഖബറിടത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്കും അവർ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. യാഥാർത്ഥ്യം തുറന്നു പറയലല്ലാതെ നിവർത്തിയില്ലാതെ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, മൊറോക്കയിൽ നിന്ന് കുരിശ് സേന ഞങ്ങളെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചതാണ് പുണ്യ റസൂലിന്റെ ശരീരം മോഷ്ടിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് തലേ ദിവസം രാത്രിയാണ് ഒരു സംഭവം ഉണ്ടായത്. ആ ഖബർ കുഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കെട്ടിയ മതിലിന്റെ അടുത്തേക്ക് എത്തിയ വേളയിൽ ശക്തമായ ഒരു ശബ്ദം മദീനക്കാരാകെ കേൾക്കുന്നത്. ഒരു കൊട്ടും കൂടെ കൊടുത്താൽ ആ മതില് തകർത്ത് പിന്നെ ഖബറിന്റെ ഉള്ളിലേക്കാണ്. നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടുപേരെയും പരസ്യമായി വധശിക്ഷ വിധിക്കുകയും ഇസ്ലാമിക നിയമമനുസരിച്ച് ഒരു ശരീരവും കരിക്കാൻ പാടില്ല, പക്ഷെ അവരെ കരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. കാരണം പുണ്യ റസൂലുമായിട്ടുള്ള ഒരു സത്യവിശ്വാസിയുടെ ബന്ധം മാതാപിതാക്കളെക്കാളും അതിവൈകാരികമാണ്. ആ പുണ്യ റസൂലിന്റെ ശരീരത്തെ, തിരുശരീരത്തെ അപായപ്പെടുത്തുന്നവൻ, നിന്ദിക്കുന്നവൻ നമ്മുടെ മാതാപിതാക്കളോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോ അവർ കേൾക്കുന്ന മുറിവുകളെക്കാളും നമ്മുടെ ഹൃദയത്തിൽ അത് മുറിവാണ്, വലിയ മുറിവാണ്. കാരണം ആ രണ്ട് ആളുകൾ മദീനയിൽ മറമാടപ്പെടരുത് എന്നതുകൊണ്ട് കരിച്ചു ചാമ്പലാക്കിയതാണ് ചരിത്രം. ശേഷം അദ്ദേഹം മദീനത്തെ മസ്ജിദുൻ നബവിയിലേക്ക് ഓടി സുജൂദിൽ വീണ് നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി കരഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഇസ്തഖ്ദംതനി ലിഖിദ്മതി നബിയിഹി വഹിമായതിഹി. അല്ലാഹുവേ, നിനക്കാകുന്ന സർവസ്തുതിയും നിന്റെ നബിയെ സംരക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചല്ലോ, എന്നെ ഉപയോഗിച്ചല്ലോ, ആ ശരീരത്തെ സംരക്ഷിക്കാൻ. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന് ചുറ്റും ഭൂമിയുടെ താഴേക്ക് വെള്ളം കാണുന്ന സ്ഥാനം വരെ ഈയമൊഴുക്കിക്കൊണ്ട് ശക്തമായ ഒരു മതിൽ, തകർക്കാൻ പറ്റാത്ത ഒരു മതിൽ നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി നിർമ്മിക്കുന്നത്. എത്ര കോടിയുടെ പ്രോജക്റ്റ് ആയിരിക്കും പുണ്യ റസൂലിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എല്ലാ നിലയ്ക്കുമുള്ള സംരക്ഷണം. അല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ ദുആയ്ക്ക് ഉത്തരം നൽകിയതാണ്. അല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ ദുആയ്ക്ക് ഉത്തരം നൽകിയതാണ്. പിന്നീട് ഹിജ്റ 668 സുൽത്താൻ ലാഹിർ ബൈബർസ് അതിന് ചുറ്റും തടി കൊണ്ടുള്ള മറ്റൊരു മതിൽ പണിയുന്നുണ്ട്. അത് പിന്നെ ഹിജ്റ 886 വലിയൊരു തീപിടുത്തമുണ്ടായി. മസ്ജിദിന്റെ മുഅദ്ദിനിന്റെ മുനാരമടക്കം കരിഞ്ഞു എന്ന് മാത്രമല്ല, തകർന്ന് തരിപ്പണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഹുജ്റ ഷരീഫയിലേക്ക് വരെ ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അന്ന് പണി കഴിപ്പിച്ച മതിലിന്റെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞു വീണു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഹിജ്റ 888 പണി കഴിപ്പിച്ച ആ മതില് വാതിലുകളോ ജനലുകളോ ഇല്ല.
ഈ ഹിജ്റ 886 തീപിടുത്തത്തെ തുടർന്ന് അതിന്റെ ഉദ്യമത്തിന് നേതൃത്വം നൽകിയ മഹാനായ ഒരു ഇമാമാണ് ഇമാം സംഹൂദി. അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് മദീനയുടെ ചരിത്രകാരൻ എന്നാണ്. മദീനയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, മദീനയുടെ ചരിത്രങ്ങൾ, മദീനയുടെ ചരിത്ര സ്ഥാനങ്ങൾ എല്ലാം പ്രതിപാദിക്കുന്ന വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ലോക പ്രശസ്ത അറബ് ഗ്രന്ഥം രചിച്ച അന്നത്തെ മദീനയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇമാം സംഹൂദി. ഇമാം സംഹൂദി അന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അകത്തേക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാകുന്നത്. ആ തീപിടുത്തത്തിന്റെ തകർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫഫതഹ്തു ഐനി, ഞാൻ എന്റെ കണ്ണുകൾ തുറന്നു, ഫനദർതു ഇലാ ദാഖിലിൽ ഹുജ്റത്തി ശരീഫ, റസൂലുള്ളാഹി തങ്ങളുടെ റൂമിന്റെ ഉള്ളിലേക്ക് എന്റെ നോട്ടം പതിച്ചു. ഫഇദൻ ബിഅർളിഹാ ഖദ് സുവിയത് ബിത്തുറാബ്, ഞാൻ കണ്ടപ്പോൾ ആ ഭൂമി അത് സമാന്തരമായിരിക്കുന്നു. അന്ന് ഖബർ 8 നൂറ്റാണ്ടുകൾ പിന്നിട്ടു ഒരു ഖബറുണ്ട് എന്ന അടയാളം പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാലും ചില അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അബൂബക്കർ ഉമർ റസൂലുള്ളാഹി തങ്ങൾ 3 ഖബറുകൾ എങ്ങനെയാണ് കിടത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വലം യബ്ഖ ഫീഹാ അസറുൽ ലിഖദ്രിൽ ബൽ അർദുൽ മുസ്തഫിയ, കറുത്ത വസ്ത്രം, അന്ന് അവിടെ വിരിച്ച ഒരു കറുത്ത വസ്ത്രത്തിന്റെ ചില അംശങ്ങൾ അവിടെ കാണാൻ സാധിക്കുമെന്നല്ലാതെ അകത്തു നിന്ന് ശക്തമായ ഒരു സുഗന്ധം ആസ്വദിക്കാനും കഴിഞ്ഞു എന്ന് ഇമാം സംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ 1000-ഓളം വർഷമായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ആരും കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഗ്രില്ലിട്ട് നിർമ്മാണം നടന്നത് ഹിജ്റ 886 ഞാനിത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ 1000-ഓളം വർഷമായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയോ ഖബർ ആരും കണ്ടിട്ടില്ല. നമ്മൾ പോയി ഗ്രില്ലിലൂടെ നോക്കിയാൽ കാണുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ അല്ല. എല്ലാവരും പറയും ഖബർ കണ്ടിട്ട് വന്നു. ഖബർ കാണാൻ കഴിയില്ല. ഖബർ കാണാൻ കഴിയില്ല. പല മതിൽക്കെട്ടുകൾക്കുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിടത്തെ അല്ലാഹു സംരക്ഷിച്ചിരിക്കുകയാണ്. ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ വിരോധാഭാസമാണ്. അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ തൂക്കിയിരിക്കുന്ന ഫോട്ടോകളോ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഏതോ കള്ളന്മാർ അടിച്ചിറക്കിയതാണ്. ഇതിനേക്കാളും വലിയൊരു അനാദരവ് പുണ്യ റസൂലിനോട് കാണിക്കാനുണ്ടോ? നമ്മളതുകൊണ്ട് വീട്ടിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ റസൂല് കെട്ടി ഉയർത്തിയ ഒരു ഖബർ, പച്ചയൊക്കെ വിരിച്ച് നല്ല പൊങ്ങി നിൽക്കുന്ന ഖബറാണ് ഫോട്ടോയിൽ. പക്ഷെ അങ്ങനെ ഒരു ഖബർ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കി എന്നതിൽ കവിഞ്ഞ് ആ ഖബർ 1000-ലധികം വർഷമായിട്ട് ആരും കണ്ടിട്ടില്ല. എന്നാൽ ആ റസൂലിന്റെ ചാരത്ത് പോയി നിൽക്കാൻ ഒരു മുഅ്മിന് സാധിക്കും. അത് സാധിക്കും. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് റൗള. റൗള വേറെയാണ്, ഖബർ വേറെയാണ്. റൗള എന്ന് പറഞ്ഞാൽ മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്നാ പറയുന്നത്. എന്റെ വീടിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പുകളിൽ പെട്ട പൂന്തോപ്പാണ്. അത് ഖബർ അതിലും പെടുന്നില്ല. റൗള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറല്ല. അത് കൃത്യമായി മസ്ജിദ് നബവിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മിമ്പറിന്റെയും റസൂലുള്ളാഹി തങ്ങളുടെ ഹുജ്റത്തു ശരീഫ, ആ താമസിച്ചിരുന്ന വാസസ്ഥാനത്തിന്റെയും ഇടയിലുള്ള സ്ഥലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും അതിന് മുഅ്മിനിന് പുണ്യ റസൂലിന്റെ ആ അന്ത്യവിശ്രമ സ്ഥാനത്തോടുള്ള വൈകാരികമായ സ്നേഹബന്ധം. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവരെന്തെങ്കിലും അവരുടെ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചതിന് ശേഷം അവർ താങ്കളുടെ സമക്ഷം ഹാജരാകുന്നു. ആ സമക്ഷത്തിൽ നിന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നു. എന്റെ നബിയാണ്, നബിയുടെ ചാരത്താണ് ഞാനുള്ളത്, ഈ ഹബീബിന്റെ മുഖത്താണ് നാളെ ആഖിറത്തിൽ ഞാൻ നോക്കേണ്ടത്. അള്ളാഹുവേ, എന്റെ പാപങ്ങളെല്ലാം പുറത്ത് വൃത്തിയാക്കി കഴുകി നീ സംശുദ്ധമാക്കി തരണമേ എന്ന്. ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. പുണ്യ റസൂലും അവർക്ക് വേണ്ടി
മഗ്ഫിറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവനെ സംശുദ്ധമാക്കുന്നതാണ്, അവന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് അത്തഹിയാത്തിൽ എത്രയോ മൈലുകൾക്ക് ഇപ്പുറത്ത് നിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് പോയി നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കറിൻ, അസ്സലാമു അലൈക യാ ഉമറ എന്ന് സലാം പറയാൻ ഓരോ മുഅ്മിനും കഴിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു സഹാബിയാവുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞവർ, തങ്ങളെ കേൾക്കാൻ കഴിഞ്ഞവർ, തങ്ങളുടെ ചാരത്തണയാൻ കഴിഞ്ഞവർ, റിജാലുൻ ഹൗല റസൂൽ, റസൂലിന് ചുറ്റുമുള്ള കുറെ മനുഷ്യരെ അല്ലാഹു തെരഞ്ഞെടുത്തവർ. ബൈ ചാൻസ് അല്ല, അത് ചോയ്സ് ആണ്, അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ, ആ കാലത്ത് ജീവിക്കാൻ, അവിടുന്ന് വാക്കുകൾ നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് മദീനയിൽ റൗളയിൽ ഖബറിന്റെ അടുക്കൽ ഒരു നാൾ, ഒരു ദിവസം നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ആ അനുഭൂതി ആസ്വദിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന ആത്മീയമായ ശാന്തി, ഈമാനികമായ വെളിച്ചം കൈവരിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.